ഫ്രണ്ട്സ്, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഡ്രഡ്ജറാണ്, അതായത് മണ്ണുമാന്തി കപ്പൽ. ഇത് ഡ്രഡ്ജിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ 15ാം നമ്പർ അവരുടെ ഏറ്റവും വലിയൊരു ഡ്രഡ്ജറാണ്. നമ്മുടെ കപ്പൽ പാതയുടെ ആ ഒരു ഡെപ്ത് മെയിൻ്റെനൻസ് ചെയ്യുന്ന ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഡ്രഡ്ജറാണ് ഈ കാണുന്നത്. ഈ ഡ്രഡ്ജർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ വല്ലാർപാടം ടെർമിനലിൽ നിന്ന് ഏതാണ്ട് 14.5 മീറ്റർ ഡ്രാഫ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ഈ ടെർമിനൽ എന്ന് പറയുന്നത് പെരിയാർ റിവറിനോട് വളരെ അടുത്തായതുകൊണ്ട് അവിടെ നിന്നുള്ള സെഡിമെന്റേഷനും സിൽറ്റേഷൻസും ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആനുവലി ഡ്രഡ്ജിങ് എന്ന് പറയുന്നത് എന്നും ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. നമ്മുടെ ഈ പ്രളയം കാരണം ഒരുപക്ഷെ ഈ ഡ്രഡ്ജിങ്ങിന്റെ എക്സ്പെൻസ് ഇനിയും ഒരുപാട് കൂടാനുള്ള ചാൻസാണ് ഉള്ളത്. ഇപ്പോഴും നമ്മൾ ഒരു വർഷത്തിൽ ഏതാണ്ട് 150 കോടി അല്ലെങ്കിൽ 120-150 കോടി രൂപയാണ് ഡ്രഡ്ജിങ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. നമ്മുടെ കാർഗോ ഷെയർ, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന്റെ കാർഗോ ഷെയർ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 150 കോടി ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഏതാണ്ട് 90% തന്നെ നമുക്ക് ഡ്രഡ്ജിങ്ങിന്റെ എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ വല്ലാർപാടം പോർട്ടിനുള്ള ഒരു വലിയൊരു ഡ്രോബാക്ക്. നമുക്ക് ഡ്രഡ്ജിങ്ങിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നമുക്ക് നാച്ചുറലി ഡെപ്ത് ഉള്ള ഒരു പോർട്ടല്ല നമ്മുടെ പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രളയം ഇങ്ങനെയുള്ള ഇൻസിഡൻസ് വരുമ്പോഴത്തേക്കും ഇൻഡയറക്ട്ലി നമ്മുടെ ഡ്രഡ്ജിങ്ങിന്റെ എക്സ്പെൻസും കൂടുകയാണെന്നുള്ളതാണ്